ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധനായ 2024 ആണ്ട് കഴിഞ്ഞു. 2025 ആണ്ടിന്റെ ആരംഭത്തിന്റെ ആദ്യത്തെ മണിക്കൂറുകൾ നിമിഷങ്ങളിൽ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ വേണം. അടിയങ്ങളുടെ നാവിന്മേൽ അങ്ങയെ സ്തുതിപ്പാനുള്ള സ്തുതിഗീതങ്ങൾ തന്നതിനായി ഈ ഭാഗ്യമായ അവസരം അങ്ങ് ഒരുക്കുന്നതിനായി നമ്മുടെ അങ്ങനെ മൊത്തമേലെ വചനങ്ങളെ ധ്യാനിപ്പാൻ ഈ വർഷത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഞങ്ങൾ ഒരുങ്ങുന്നു. അതിന് പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ നമുക്ക് ഒരുപോലെ അനുഗ്രഹിക്കാം. പറയുന്ന അപ്പുറമാന്റെ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കും. മഹത്വമെല്ലാം മാത്രമെടുക്കണമേ. യേശുനാഥൻ പ്രാർത്ഥിക്കുന്നത് ദയവോടെ കേൾക്കണമേ. എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10, 11, 12 എന്നീ വാക്യം. എഫേസ്യർ 6, 10, 11, 12 എന്നീ വാക്യം. കർത്താവിലും അതിന്റെ അന്തിമഫലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും അത്രേ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊടുക്കുകയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. 2025 ആണ്ടിന്റെ ആദ്യത്തെ നിമിഷങ്ങളിൽ, പ്രാരംഭ നിമിഷങ്ങളിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തതായ ആദ്യമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പള്ളിക്കുന്ന് സെന്റ് ജോർജ് CSI ഇടവകയിൽ ഈ ശുശ്രൂഷയെ കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും എന്നെ ക്ഷണിക്കുകയും ഞങ്ങളുടെ കുടുംബം ക്ഷണിക്കുകയും ചെയ്ത നമ്മുടെ വികാരിയച്ഛൻ സ്നേഹമുള്ള ബിജു അച്ഛനോടും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയുടെ കൈക്കാരന്മാര്, കമ്മിറ്റികള്, കൗൺസിൽ മെമ്പർമാര്, വികാരിയച്ഛൻ, സഭാമക്കൾ എല്ലാവരോടുമുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. ഇവിടെ ക്ഷണിക്കുക മാത്രമല്ല, നമുക്ക് നമ്മുടെ വളരെ നാളത്തെ ആഗ്രഹത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രാർത്ഥനയും ഫലമായി നമുക്ക് ലഭിച്ച പുതിയ വാസനയിലെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കാനും പുതിയ വാസനയിൽ താമസിക്കണം. നാളെ പ്രഭാതത്തിൽ ആരാധന ഉണ്ട്, പെരുന്നാളുണ്ട്, അതിനും കൂടെ സംബന്ധിച്ച് പോകാവൂ എന്ന് നേരത്തെ പറയുകയും അക്കാര്യങ്ങൾ പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, അക്ഷരാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവത്തിന് നന്ദി കരുതുന്നു. വളരെ നല്ല ഒരു വാസനയിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന അപ്പുറമായി പണി തീർക്കാൻ ദൈവം സഹായിച്ചു. തീർച്ചയായിട്ടും അത് വലിയൊരു സമ്മാനമാണ്. നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം നൽകിയ ഒരു പ്രതിഫലം തന്നെയാണ് സമയത്ത് പറയുന്നത്. അതിന് പിന്നിൽ അധ്വാനിച്ച, മുട്ടുകുത്തി പ്രാർത്ഥിച്ച, ദൈവത്തോട് നിലവിളിച്ച, നിങ്ങളുടെ ഇല്ലായ്മയിലും ഉള്ളതിനപ്പുറമായി പ്രാപ്തിക്കപ്പുറമായി കൊടുത്ത, നിങ്ങൾ ചോദിച്ചപ്പോഴൊക്കെയും കൊടുക്കാനായിട്ട് ദൈവം കൃപ നൽകിയ എല്ലാവർക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി കരയും. കലാകാലങ്ങളിലൂടെ താമസിച്ചവരുടെ ദൈവത്തിന്റെ മോത്തുമേറി സൃഷ്ടിക്കുന്നവർക്ക് അത് എല്ലാ കാലത്തും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതൊരു വളരെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടവകയാണ്. നാം എല്ലാവരും അറിയുന്നത് പോലെ റവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയറാണ് ഈ സഭ സ്ഥാപിച്ചത്. അദ്ദേഹം പണിത പള്ളി അത് അതേപടി നിലനിർത്തുവാൻ ദൈവം നമുക്ക് സഹായിച്ചു. അദ്ദേഹം തന്നെയാണ് മേഖല പ്രദേശങ്ങളിൽ സഭകൾ സ്ഥാപിച്ചതും സുവിശേഷത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നു. ചെറിയൊരു വ്യത്യാസം നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ സാധിക്കും. അന്ന് അവിടെ സുവിശേഷം പറഞ്ഞു. അന്ന് അതുവരെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളെ, പൂർവ്വപിതാക്കന്മാരെ
ക്രിസ്തു വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഈ സഭ അതിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലെങ്കിൽ ആംഗ്ലിക്കൻ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളായിരിക്കുന്ന എസ്റ്റേറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ദൈവത്തെ ആരാധിക്കുന്ന ഒരിടം എന്ന രീതിയിലാണ് ഇത് പണികഴിപ്പിച്ചതെന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ അത് നമുക്ക് വേണ്ടി ഈ ആധുനിക ലോകത്തുള്ള നമുക്ക് വേണ്ടി മുന്നമേ പണികഴിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും മനസ്സിൽ. അത് ചരിത്രം നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇതിനേക്കാളും വളരെ വലിയ ഭൂസ്വത്തുക്കളെല്ലാം നമുക്ക് നമ്മുടെ ഈ പള്ളിയുടെ പേരിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ കാലക്രമത്തിൽ അത് ഇപ്പോൾ ഏതാണ്ട് നമുക്ക് ശേഷിക്കുന്നത് 16 ഏക്കർ സ്ഥലം ഈ പ്ലോട്ടിൽ ഒറ്റ പ്ലോട്ടിൽ തന്നെ ഉണ്ട്. മറ്റ് ചില സ്ഥലങ്ങൾ നമുക്ക് ചുറ്റുപാടുമായിട്ട് ഉണ്ട്, നിങ്ങളെല്ലാം അറിയുന്നത് പോലെ. അതൊന്നും നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതല്ല, അത് നേരത്തെ തന്നെ ദൈവം നമുക്ക് ഒരുക്കുക. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും അവർ അതങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ്. സഭ സ്വയത്രാണത്തിൽ പോകണം എന്നുള്ളതായിരുന്നു അതിലെ ലക്ഷ്യം. അതുകൊണ്ട് അവരത് ചെയ്തു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇതെല്ലാം ഓർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനാണ് സാധിക്കും, ദൈവത്തിന് നന്ദി കരയാൻ സാധിക്കും. വസ്തുക്കളില്ലാത്ത, ഭൂമിയില്ലാത്ത ആളുകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് വസ്തുക്കളുള്ള നമ്മുടെ സഭയെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി കരയട്ടെ. വളരെ അനന്തമായ, വളരെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം, പ്രത്യേകിച്ച് കേരളം. അതെ, എങ്കിലും അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹൈറേഞ്ച് പ്രദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാന്തരം വായു, ശുദ്ധവായു നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ശുദ്ധവായു നമുക്ക് ലഭിക്കും. കഴിഞ്ഞ തവണ പറയുണ്ടായി, വെൺമണി പ്രദേശത്ത് അവർ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളത്, മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവരെന്ന് സർവേ പറഞ്ഞു എന്നൊക്കെയും പറയുന്നു. വെൺമണി, പട്ടേക്കുടി ആ പ്രദേശം ഏറ്റവും ശുദ്ധവായു അവിടെയാണ് ഉള്ളത്. എന്തുവായിക്കട്ടെ, ഹൈറേഞ്ച് പൊതുവെ എന്താണ്, വളരെ നല്ല ശുദ്ധവായുകളാണ്. ഇവിടെ വന്ന് ടൗണിൽ നിന്ന് കുറെ ആൾക്കാർ കുറച്ചുനാള് ഇവിടെ വന്ന് ഒരാഴ്ച താമസിച്ച് അവർക്ക് ആരോഗ്യം കൂടുന്നതാണ് ആരോഗ്യസഭ പറയുന്നത്. എന്തുകൊണ്ടും ഞാനത് പറഞ്ഞത് നമ്മള് വളരെ ഭാഗ്യവാന്മാരാണ് തീർച്ചയായും. അപ്പൊ അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തേക്കുക, എല്ലാ ദിവസവും രാവിലെ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇതൊരു വാർഷിക സ്തോത്ര ആരാധന എന്ന് നമുക്ക് പറയാം. ഇത് സാധാരണ ഉടമ്പടി ശുശ്രൂഷ എന്നാണ് പറയുന്നത്. ഉടമ്പടി ശുശ്രൂഷ, ഉടമ്പടി ആരുമായിട്ടാണ്? ഉടമ്പടി ദൈവമായിട്ടാണ്. ഉടമ്പടി ദൈവമാണ്. എന്താണ് ഉടമ്പടി? ഉടമ്പടി മറ്റൊന്നുമല്ല, ദൈവമേ, ഞാൻ ഈ പറഞ്ഞ അനേക നന്മകളും അതിലൊക്കെയും ഉപരിയായി നമ്മെ വീണ്ടെടുത്ത ദൈവസ്നേഹം. ദൈവം തന്റെ പുത്രനെ നൽകി നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു, ദൈവപക്ഷത്താക്കി തീർന്നു. ദൈവം അകന്നുപോയ എന്നെ നിങ്ങളെയും ദൈവപക്ഷത്ത് ദൈവം മഹാസ്നേഹത്താൽ തുറന്നയച്ച് ദൈവത്തോട് ചേർന്നു. അതിൽ ആ ബന്ധത്തിൽ വന്നുപോയ, അല്ലെങ്കിൽ വീണ്ടും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നുപോയ വീഴ്ചകളാണ് നമ്മൾ ഏറ്റുപറയുകയും അങ്ങനെ അങ്ങനെ പോകത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നത് നമ്മൾ തീരുമാനമെടുക്കുകയും പോവുകയും ചെയ്യുന്നതാണ്. ഉടമ്പടി ശുശ്രൂഷ നമ്മൾ സാധാരണ ഒരു പതിറ്റാക്കി ചൊല്ലാറുണ്ട്. എത്ര പേര് അത് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ അതിനെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ്. മറന്നു പോകരുത്, ഇത് ദൈവസന്നിധിയാണ്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, ദൈവത്തിന്റെ കണ്ണുള്ള, ദൈവത്തിന്റെ ഹൃദയമുള്ള സ്ഥലമാണ് ദൈവ ആരാധന ആലയം. ഇവിടെ നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്, നമ്മൾ ഓർത്ത് പോയി വരാനാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് പോയാൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ അത് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ വായിൽ വാക്ക് പറഞ്ഞാൽ അത് പത്രത്തിൽ എഴുതി കൊടുക്കുന്ന പോലെയാണെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് വേദവസം പറയുന്നു, ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയാൻ ബന്ധപ്പെടരുത്. ഉടമ്പടി ചൊല്ലാതിരിക്കുന്നതല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ ദൈവപടി ചെയ്യുക, ഉടമ്പടി ചൊല്ലുക, ഉടമ്പടി ചൊല്ലി അതിന് പ്രകാരം ജീവിപ്പാണ് ശക്തി ദൈവമേ തരണമേ എന്ന് പറയുക. അതാണ് അതിന്റെ ഏറ്റവും കരണീയമായിട്ടുള്ള സംഗതി. ഈ ആണ്ടാരംഭ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാളിൽ, നാളെ ആദ്യ പെരുന്നാളും കൂടെ ആകുന്നതിലോ വളരെ താല്പര്യപൂർവ്വം ജനങ്ങൾ കടന്നു വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു കാലത്ത് നമ്മൾ ഈ ഒരു സഭ മാത്രമായിരുന്നു, അന്ന് ഇടവകയായിരുന്നു ആദ്യം തന്നെ. ഇടവക പിന്നീട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ജില്ലാ ആസ്ഥാനമായിട്ട് വളർന്നത്. എത്രമാത്രം സഭകളാണ് ഇതിന്റെ ബ്രാഞ്ചുകളായിട്ടുണ്ടായത് അല്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത്രയും സഭ വളർന്നു. ഇത് വളരെ വലിയ ഒരു ഇടവകയായിട്ട് തീർന്നു. അത് പിന്നീട് ഇപ്പോൾ ഒരു സഭാ ജില്ലയായിട്ട് തീരുവാനാണ് ഇടയായത്. അത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്.
അതെല്ലാം ഓർത്തുന്ന ദൈവത്തിന് നന്ദി കരയറ്റാം. ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അവരിവിടെ പല കാര്യങ്ങൾ കാണാനാണ് വരുന്നത്. നമ്മൾ ഇതിന്റെ പഴമ കാണാനായിട്ട്, ഇതിന്റെ പാരമ്പര്യം അറിയാനായിട്ട്, ഇവിടെ അടക്കിയിരിക്കുന്ന അനേക കല്ലറകൾ കാണാനായിട്ട്, ഒരുപക്ഷെ അനേക പ്രിയപ്പെട്ടവരുടെ കല്ലറകൾ ഇവിടെ ഉണ്ട്, അത് കാണാനായിട്ട്, മറ്റ് അനേകമായ പ്രകൃതി കാണാനായിട്ട് ആൾക്കാർ വരുന്നു. അവർ വന്നു കാണുന്നു, ഇവിടെ വരുന്നു, അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ചിലരെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, അവർ തിരികെ പോകുന്നു. ഇത്രയും ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നല്ലോ എന്നവർ പറഞ്ഞ് അത്ഭുതം തോന്നുന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടായോ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി കരയേറ്റി അവർ തിരികെ പോവുകയാണ് ചെയ്തത്. വരട്ടെ, ഇനി ധാരാളം ആളുകൾ ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ കടന്നു പോകട്ടെ. അതെല്ലാം നമുക്ക് സഭയ്ക്കും ഗുണകരമായി തീരട്ടെ. അതെല്ലാം നമ്മൾ ഓർക്കുമ്പോൾ നടക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം വളരെ ദൃഢമായിരിക്കും. ഇവിടെ വരുന്നവര്, ഇവിടെ പോകുന്നവരെല്ലാം മനോഹരമായ ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ആലയം വിശുദ്ധമാണ്. ഈ കോമ്പൗണ്ട് എന്താണ്? ഈ കോമ്പൗണ്ട് വിശുദ്ധമായിട്ട് സൂക്ഷിക്കണം, പരിപാലന കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് അങ്ങനെ കയറി മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോകുന്നവരൊന്നും പോകരുത്. ഇതിന്റെ ഒരു ഭവ്യത കാത്തു സൂക്ഷിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ധാരാളം ആളുകൾ വന്നു പോകുന്നു. ഇനിയും പുതുവർഷത്തിലും തുടർന്ന വർഷങ്ങളിലും ധാരാളം ആളുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവർ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകട്ടെ. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗമൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം, യെശയ്യാ പ്രവചനമാണല്ലോ നമ്മൾ ആദ്യം വായിച്ചത്. അവിടെ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ വാസം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കുത്തുകൊള്ളുന്ന പോലെ അവർ തോന്നിപ്പോകും. അത്രയും ശക്തമാണ് ആ ദൂത്, അത്രയും ശക്തമാണ് ദൂത്. അത് കുറെ കൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അത് പള്ളിയിൽ വരാത്തവരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പള്ളിയിൽ വരാത്തവരും അങ്ങനെ ഇഷ്ടപ്രകാരം നടക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പള്ളിയിൽ വരികയും പ്രാർത്ഥനയ്ക്ക് കൂടുകയും യാഗങ്ങളൊക്കെ അർപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അത് ഇസ്രായേൽ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേൽ ജനങ്ങൾ പള്ളിയിൽ വന്ന് ഇസ്രായേൽ ദേവാലയത്തിൽ വന്ന് അവർ ആരാധിച്ച് മോദപ്പെടുത്തി യാഗങ്ങൾ അർപ്പിച്ചു, അമാവാസി അതുപോലുള്ള ശബത്തുകൾ ആചരിച്ച് പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ നിഷ്കരണമായിട്ട് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ചെയ്യാണ്, നിങ്ങളുടെ അമാവാസി ഉത്സവവും ശബത്തും എനിക്ക് വേണ്ട, എനിക്ക് മതിയായി. ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയെല്ലാം ഇങ്ങനെ വ്യക്തമായിട്ടുള്ള കാഴ്ച കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് അവരെ ശക്തമായിട്ട് ശാസിക്കുന്ന ഒരു ശബ്ദം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കണം, സഭയ്ക്ക് പുറത്തുള്ളവരെ കുറിച്ചല്ല, ഇസ്രായേൽ സഭയ്ക്ക് പുറത്തുള്ളവരെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, സഭയ്ക്കുള്ളിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു വ്യത്യാസം ഉണ്ട്. എന്താണ്? ഒരിക്കൽ യാഗം കഴിക്കണം, പാപപരിഹാര യാഗം കഴിക്കണം, സ്തോത്രയാഗം കഴിക്കണം, അമാവാസി ആചരിക്കണം, ഉത്സവങ്ങൾ ആചരിക്കണം, ശബത്ത് ആചരിക്കണം എന്നൊക്കെ പറഞ്ഞ ദൈവം എന്തുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് അത് പാടില്ല, അത് വേണ്ട, അതിനെ വെറുക്കുന്നു എന്ന് പറയാൻ കാരണം, അന്ന് അത് പറഞ്ഞപ്പോൾ അതിന് വ്യക്തമായിട്ട് അർത്ഥമുണ്ടായിരുന്നു. ഇപ്പോൾ യെശയ്യാ പ്രവചിക്കുമ്പോൾ പറയുന്ന ആ സമയത്ത് അതിന് അർത്ഥമില്ല. അതുകൊണ്ട് ദൈവം പ്രവാചകരോട് പറഞ്ഞില്ല, വ്യക്തമായിട്ടുള്ള അർത്ഥശൂന്യമായിട്ടുള്ള ആരാധനയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം, ദൈവം എപ്പോഴും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വളരെ ഹൃദയംഗമമായ, വളരെ വ്യക്തമായ, കൃത്യമായ അർത്ഥമുള്ള ആരാധനയാണ് എന്നാണ്. അർത്ഥമുള്ള ആരാധന എങ്ങനെ? അർത്ഥമുള്ള ആരാധന എന്ന് പറയുന്നത് നമ്മളിവിടെ അർപ്പിക്കുന്ന അർപ്പണങ്ങളും നാവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം എന്നതിന്റെ അർത്ഥം. അവിടെ കൃത്യമായി നമ്മൾ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവരവിടെ സ്തോത്ര കാഴ്ച അർപ്പിക്കുമായിരുന്നു, യാഗങ്ങൾ അർപ്പിക്കുമായിരുന്നു, യാഗം കഴിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. യാഗം കഴിക്കുന്ന പ്രത്യേകതയുണ്ട്. യാഗം കഴിക്കുന്ന യാഗമൃഗത്തിന്റെ തലമേൽ ആർക്ക് വേണ്ടിയാണോ യാഗം കഴിക്കുന്ന ആ യാഗം കഴിക്കുന്ന ആളെ ഞാൻ കൈവയ്ക്കണം. കൈവയ്ക്കുമ്പോൾ ഇവന്റെ പാപങ്ങളെല്ലാം ആ മൃഗത്തെയാണ് എന്ത് ചെയ്യുന്നത്? യാഗം കഴിക്കുന്നത്. ഇവൻ യാഗം കഴിക്കുന്നതിന് യാഗമായി തീരുന്നതിന് പകരമായി, ഇവൻ ജീവൻ അർപ്പിക്കുന്നതിന് പകരമായി ആ മൃഗം അവിടെ എന്ത് ചെയ്യാണ്? അവിടെ യാഗമായി തീരുകയാണ്. ഇവിടെ പശ്ചാത്തലം ഇതാണ്. അങ്ങനെ ഇവര് അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവന് വേണ്ടി യാതൊരു ബന്ധവും മൃഗത്തെ യാഗം കഴിച്ച് പോകുന്നതല്ലാതെ യാതൊരു വ്യത്യാസവും ചെയ്യുന്നില്ല. അവിടെയാണ് അർത്ഥശൂന്യമായ യാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ആന്തരികമായുള്ള അകന്നുപോക്കിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകരുത്.
ഭൗതികമായിട്ടുള്ള ഒരു കാര്യമല്ല, ആന്തരികമായ അകന്നുപോക്ക്. ഇവിടെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഇല്ലാതിരിക്കുക. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദേവാലയം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ദേവാലയം ഇല്ലാതിരിക്കുക. വേദോത്സവം വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് പ്രകാരം നടക്കാതിരിക്കുക. പള്ളിയിൽ വന്ന് പ്രസംഗങ്ങൾ കേട്ടതിന് ശേഷം അതിനനുസരിച്ച് നടക്കാതിരിക്കുക. എന്താണോ നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാതിരിക്കുക. അതാണ് വ്യർത്ഥത എന്ന് പറയുന്ന, അർത്ഥശൂന്യത എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ആന്തരികമായ അകന്നുപോക്കാണ്. അവിടെ പറയുന്നുണ്ട്, ധാരാളം കാര്യങ്ങളവിടെ പറയുന്ന കൂടുതൽ പറയുന്നത് പള്ളിയിൽ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, എല്ലാവിധമായ കൊള്ളകാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ശബത്തിൽ വരുന്ന ആൾക്കാർ അതൊരു നിയമമായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ വരുന്നത് എന്ന് പറയുന്നു. ശബത്ത് ഇല്ലായിരുന്നെങ്കിൽ പള്ളി വരണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നു, അവർ ചിന്തിച്ചു പോകുന്നതിനെ കുറിച്ചാണ് മറ്റു പ്രവചന വായനകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ഇതെല്ലാം ഒരു വെറുതെ ഒരു ചെയ്തിയായിട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമേ ഇല്ല, അവരുമായിട്ട് ബന്ധമില്ല എന്നതാണ്. അത് ഹൃദയത്തെ കാണുന്ന ദൈവം കാണും. മനുഷ്യൻ ഇവിടെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ ഇവിടെ ആലയത്തിലുണ്ടെങ്കിലും ഹൃദയംഗമായിട്ട് ദൈവം നടന്നു പോയിരിക്കുന്നു, അകന്നിരിക്കുന്നു. ആ വ്യത്യാസത്തെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ വ്യത്യാസം ഇല്ലാതിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ നമ്മൾ അതിനെ വചനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇപ്പോൾ ആധാരമായിട്ട് വായിച്ച വേദവചനം ശ്രദ്ധിക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സഹോദരൻ ലേഖനം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഒടുവിൽ കർത്താവിലും അവരുടെ അമിതബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. ഇത്തവണത്തെ നമ്മുടെ ഗുരുവാക്യം പറയാമോ? ഈ വർഷത്തെ 25 ഗുരുവാക്യം അങ്ങനെ കിട്ടിയായിരുന്നോ? കിട്ടിയില്ല? ഓക്കെ, അത് കിട്ടും. വാക്യം ഈ വാക്യമാണ് എൻ്റെ പറഞ്ഞിരിക്കുന്നത്. 2 വാക്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന്, ശക്തിപ്പെടുവിൻ പോരാടുവിൻ. ശക്തിപ്പെടുവിൻ പോരാടുവിൻ. ഓർത്തിരുന്നാണ് 25 നിങ്ങൾക്കുള്ള ഗുരുവാക്യം എന്താണ്? ശക്തിപ്പെടുവിൻ പോരാടുവിൻ. ശക്തിപ്പെടാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോരാടാൻ പറ്റത്തില്ല. പോരാടാനായിട്ട് എന്ത് ചെയ്യണം? ശക്തിപ്പെടുക. ശക്തിപ്പെടുവിൻ പോരാടുവിൻ. അതിന്റെ മുഴുവൻ വാക്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എങ്ങനെയാ ശക്തിപ്പെടേണ്ടത്? കർത്താവിലും അവന്റെ അമിതബലത്തിലും, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ, ദൈവപുത്രനുമായുള്ള ബന്ധത്തിൽ, യേശുവുമായുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. ആരോടാ എതിർപ്പ്? ആരോടാ? നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരോടല്ല, നമ്മുടെ അയൽക്കാരോടല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരോടല്ല. എതിർപ്പ് ആരോടാണ്? പിശാചിനോടും അവന്റെ തന്ത്രങ്ങളോടും. പിശാചിനോടും അവന്റെ തന്ത്രങ്ങളോടും. ഒരുപക്ഷെ ഞാൻ പിശാചാണ്, എന്റെ തന്ത്രം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ഓടിപ്പോകും അല്ലെ? ചിന്ത പ്രത്യേകത അത് അങ്ങനെ വെളിപ്പെടുത്തില്ലെന്നാണ്. വിശ്വാസികളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉറക്കമൊക്കെ പോകും. വിശ്വാസികളെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല. വിശ്വാസികളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വിശ്വാസികളെ തിരിച്ചറിയത്തില്ല. എന്തു പറയത്തില്ല? പിശാചിന്റെ തന്ത്രങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ. പിശാചിനെയും അതിന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിയണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടായിരിക്കും. ദൈവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ, യേശുവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ എന്തറിയത്തുള്ളൂ, യേശുവിന് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ 11-ാം വാക്യങ്ങളാണ് പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ജഡരക്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ജഡരക്തം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ലോകപ്രകാരമുള്ള നമ്മുടെ സഹോദരന്മാരായിരിക്കാം, സഹോദരിമാരായിരിക്കാം, മക്കളായിരിക്കാം, പിതാക്കന്മാരായിരിക്കാം, സഭയുമായുള്ള ബന്ധത്തിൽ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ സഹോദരന്മാരായിരിക്കാം, സഹോദരിമാരായിരിക്കാം. ആരുമായിട്ടാണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പോരാട്ടം ആരോടല്ല, ഇവരോട് ആരോടുമല്ല നമുക്ക് പോരാട്ടം. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും. നമുക്ക് പോരാട്ടമുള്ളത് അദൃശ്യമായ ശക്തികളോടാണ്.
അദൃശ്യ ശക്തികളോടാണ് നമുക്ക് പോരാട്ടം. അദൃശ്യ ശക്തികളുടെ പോരാടുന്നത് എങ്ങനെയാണ്? അദൃശ്യ ശക്തികളുടെ പോരാട്ടം വലിയ പാടല്ലേ? ദൃശ്യമാണ് എന്തെങ്കിലും ചെയ്യാറില്ല, ഇത് അദൃശ്യമാണ്. പക്ഷെ അദൃശ്യമാണെങ്കിൽ അതിന്റെ പ്രവർത്തനം എന്ത് ചെയ്യാൻ നമുക്ക് അറിയാം. അദൃശ്യമാണെങ്കിലും പ്രവർത്തനം അറിയാം. ഒരാൾ നമ്മുടെ വഴി കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ അകാരണമായിട്ട് യാതൊരു കാരണമില്ലാതെ നമ്മളോട് വഴക്കുണ്ടാക്കുമെന്ന് വിചാരിക്കുക, അത് ആരുടെ സ്വഭാവമായിരിക്കും? നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരായിരിക്കും, നമ്മുടെ സ്വന്തക്കാർ തന്നെ ആയിരിക്കും. നമ്മൾ ചീത്ത വർത്താനം പറയാ, എന്താ അത്? എന്തായിരിക്കും? ആരായിരിക്കും പ്രവർത്തിക്കുന്നത് അവിടെ? അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അതാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. പൈശാചികം പിശാചെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷെ പേടിയായിരിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അതാരുടെ പ്രവൃത്തിയാണ്? അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ അറിയത്തുള്ളൂ. യേശുവിന്റെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ യേശുവിന്റെ അന്ത്യനാളുകളെ കുറിച്ച് യേശു ശിഷ്യന്മാരുമായിട്ട് ഷെയർ ചെയ്തു പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടും, അവരെന്നെ എന്ത് ചെയ്യും, അവരെന്നെ പിടിക്കും, അവരെന്നെ ഉപദ്രവിക്കും, അവരെന്നെ ക്രൂശിക്കും. ഇതെല്ലാം പറഞ്ഞപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തില്ല, സഹിച്ചില്ല. കർത്താവിനോട് പറഞ്ഞു, സ്വകാര്യമായിട്ട് വിളിച്ച്, കർത്താവെ ദൈവം എന്ത് ചെയ്തു, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, യെരുശലേമിലേക്ക് എന്ത് ചെയ്യരുത്, യെരുശലേമിൽ പോകരുത്. യെരുശലേമിൽ പോയാൽ അവിടെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, നിന്നെ കൊല്ലാനായിട്ട് ആൾക്കാർ ഇരിക്കാം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. നിനക്കത് സംഭവിക്കരുത്, നിനക്ക് ദോഷം വരരുത്. യേശു എന്നാ പറഞ്ഞറിയാവോ? യേശു എന്നാ പറഞ്ഞറിയാവോ? പിശാചനാണ്, സാത്താൻ എന്നെ വിട്ടു, നീ ദൈവത്തിൻ്റെതല്ല അന്വേഷിക്കുന്നു. ശ്രദ്ധിക്കണം. അവിടെ പത്രോസ് അപ്പോസ്തലൻ ഇത്രയും ഇഷ്ടപ്പെട്ട ഒത്തിരി സഭയുടെ താക്കോൽ അല്ലെ കൊടുത്തില്ല. നീ പാറയാവുന്ന പാറകളെ ഞാൻ സഭയെ പണിയെന്ന് പറഞ്ഞ് സ്വർഗ്ഗരാജ്യ താക്കോൽ തന്നിരിക്കുന്നു പറഞ്ഞ പത്രോസിനോടാണ് പറയുന്നത്. എന്തായിരിക്കും കർത്താവ് ദൈവപുത്രൻ വന്നതിനാണ്? ഈ ക്രൂശിക്കപ്പെടാനാണോ എന്നറിയില്ല, ക്രൂശ് കഷ്ടങ്ങളിലൂടെ കടന്നു പോകാനാണോ വന്നത്? കഷ്ടങ്ങളിലൂടെ കടന്നു പോകാതെ എന്ത് ചെയ്തില്ല, അതിന്റെ ദൗത്യം പൂർണ്ണമാകുന്നില്ല. അല്ലെങ്കിൽ ഈ എന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. പോകാതിരുന്നാൽ എന്ത് പറ്റും? രക്ഷ ഇവിടെ പ്രാർത്ഥന. അതുകൊണ്ടാണ് അത് ദൈവത്തിന്റെ ഇഷ്ടമല്ല, അങ്ങനെ വരരുത് എന്നാണ്, യേശു ക്രൂശിക്കപ്പെടരുതെന്നാണ് ആരും കൂടെ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആരും കൂടെ വെച്ചിരിക്കുന്നത് അറിയാമോ? കഷ്ടം യേശു സഹിക്കരുതെന്നാണ് സാത്താൻ പോലും ആഗ്രഹിച്ചതും പറഞ്ഞതും. സാത്താൻ പോലും ആഗ്രഹിച്ചു പറഞ്ഞതും യേശു കഷ്ടം അനുഭവിക്കരുത്, നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ക്രൂശിൽ കയറേണ്ട കാര്യമില്ല, എന്നാ ചെയ്താൽ മതി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, ലോകം മുഴുവൻ എന്റെ അധീനത്തിലാണ് കിടക്കുന്നത്, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇത് മുഴുവൻ തരാം, നീ എന്തിനാ കഷ്ടപ്പെടാൻ? ക്രൂശുമരണത്തിന്റെ ആവശ്യമില്ല. സാത്താൻ വളരെ വ്യക്തമാണ് അറിയാം ക്രൂശുമരണത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ മരിച്ചാൽ എന്ത് ചെയ്യും, എനിക്കാണ് ദോഷമെന്ന് മനസ്സിലാക്കിയ പിശാച് പറയാൻ ഞാൻ പോകരുത്. വിശന്ന് വലഞ്ഞ് ആകെ 40 ദിവസം വിശന്നിരുന്ന കർത്താവ് പറയാൻ, എന്തിന് കർത്താവ്, നിന്റെ ശക്തിയെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം, ഇത് ദൈവപുത്രനാണ്. നീ കല്ലിനെ അപ്പം പോലെ കല്ല് കിടക്കുന്നത്, അപ്പമാകാൻ പറയാൻ നിമിഷം അപ്പമാണ്. എന്തിനു പരീക്ഷിക്കുകയാണ് പരീക്ഷകൻ. ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്ന പുത്രനെ പിതാവിന്റെ ഇഷ്ടത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോവുകയാണ്. പത്രോസ് അപ്പോസ്തലൻ ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ ആ നമ്മുടെ ചെയ്തികൾ, നമ്മുടെ രീതികൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് എന്ത് ചെയ്യണം? ദൈവവചനവുമായിട്ടുള്ള ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ 1-ാം തീയതി അതിരാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവവചനവുമായുള്ള ബന്ധം ദൃഢമാക്കണം. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം വായിക്കണം. ശക്തിപ്പെടാൻ ദൈവവചനം വായിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കും. ദൈവവചനവുമായുള്ള ബന്ധം നമ്മൾ ദൃഢമാണ്. എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? ശക്തിപ്പെടാൻ. അങ്ങനെ വചനം വായിച്ച് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് നേരെ വരുന്ന ഈ ലോകത്ത് സംഭവിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നു. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു.
ഏതാണ് സാത്താന്റെ പ്രവർത്തനങ്ങൾ, ഏതാണ് ദൈവിക പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്തുകൊള്ളുക? ഇന്ന് നമ്മൾ തീരുമാനിക്കുക, ദൈവത്തിന് വചനം എന്ത് ചെയ്യുക? വചനം നമ്മൾ വായിക്കും. നമ്മൾ ക്രിസ്ത്യാനികൾ എത്ര ഭാഗ്യമുള്ളവരാ അല്ലെ? എത്രയോ നേരത്തെ നമ്മുടെ പിതാക്കന്മാർക്ക് എന്ത് ചെയ്തു? വചനം വായിക്കാനുള്ള അക്ഷരാഭ്യാസം കിട്ടി. വേറെ ആർക്കും അങ്ങനെ അധികം പേർക്ക് കിട്ടിയില്ല. വചനം വായിക്കും, കാര്യങ്ങളൊന്നും ഗ്രഹിക്കും, ദൈവവുമായുള്ള ബന്ധമാണ്. ദേവാലയത്തിൽ എന്ത് ചെയ്യണം? പോകണം. എന്തിന്? ശക്തിപ്പെടാൻ. ദേവാലയത്തിൽ മണിയടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ആരാധനയ്ക്ക് മുമ്പ് ഇവിടെ വരിക, ദൈവത്തോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ദൈവം ഇതാണ് എന്റെ ആവശ്യം എന്ന് പറയും. അത് കേൾക്കുന്നൊരു ദൈവം ഇവിടെ ഉണ്ട്. അതാണ് പ്രത്യേകം. ഇത് കേൾക്കുന്നൊരു ദൈവം ഈ ആലയത്തിലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പറയുക ദൈവത്തോ, ശക്തിപ്പെടുക, ദൈവമുള്ള ബന്ധത്തിൽ ചേർന്ന് നടക്കുക. ഏതാണ് തിരിച്ചറി? പോരാട്ടം എന്ന് പറയുന്നത് നമ്മൾ അടിക്കുക തരിക എന്നുള്ളതല്ല, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. നുണ പറയേണ്ട സാഹചര്യത്തിൽ എന്ത് ചെയ്യുക? നുണ പറയാതിരിക്കാനാണ് ശക്തി വേണ്ടത്. സത്യം പറയാനാണ് ശക്തി വേണ്ടത്. തിന്മ പ്രവർത്തിക്കാതിരിക്കാനാണ് ശക്തി വേണ്ടത്. ആ ശക്തി ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് 2025 ആണ്ടിൽ ദൈവവചനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആത്മാവിൽ ശക്തിപ്പെടുവാൻ, അമിതബലം നേടുവാൻ, ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാൻ നമ്മിൽ കുറഞ്ഞു പോയിരിക്കുന്ന വചന വായന നമ്മൾ തുടരണം, അല്ലെങ്കിൽ തുടങ്ങണം. ദൈവത്തോടുള്ള പ്രാർത്ഥന കുറഞ്ഞു പോകണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ പുനരാരംഭിക്കണം. ദേവാലയത്തിലുള്ള ആരാധനയ്ക്ക് വരവ് നമ്മൾ കുറച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും പുനഃസ്ഥാപിക്കണം. വേറെ ആരും കാണാനല്ല നമ്മൾ വരുന്നത്, ദൈവത്തെ കാണാൻ. ദൈവത്തിന് നമ്മൾ വരണം, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. വീട്ടിൽ നമ്മുടെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പുനരാരംഭിക്കണം. രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന നമ്മൾ വീട്ടിൽ ഉണ്ടായിരിക്കും. ആ വീട്ടിലെ ആരാധനയുടെ അതിന്റെ ഒരു പരിസമാപ്തിയായിരിക്കണം നമ്മുടെ ദേവാലയത്തിലെ ആരാധന. ഒരാഴ്ചയിൽ 6 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. 7 ദിവസം നമ്മൾ ചെയ്യുന്നു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. 6 ദിവസം നമ്മൾ അതാത് വീടുകളിൽ പ്രാർത്ഥിക്കുന്നു. 7 ദിവസം നമ്മൾ വരുന്നു ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധനയെ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് ദൈവമേ ക്ഷമിക്കണം എന്ന് പറയാം. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞല്ലേ, ക്ഷമിക്കണം എന്ന് പറയാം. തെറ്റുപറ്റിപ്പോയി അല്ലെ? നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മള് പ്രത്യേകിച്ച് CSAക്കാർക്ക് വരുന്നൊരു കുഴപ്പം, അവർ ദേവാലയത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ദേവാലയത്തിൽ വരുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ, ആൾക്കാരെ നോക്കുമ്പോൾ അച്ഛനെ കാണും, സൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഇരിക്കുന്ന കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രേ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മുകളിലേക്ക് നമ്മുടെ വിശ്വാസമാണ് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വന്നപോലെ തിരികെ പോവുകയാണ് ചെയ്തത്. എങ്ങനെയാണോ നമ്മൾ നിരാശയോടെ വന്നത്, അതിനേക്കാൾ നിരാശയോടെ പോവുകയാണ് ചെയ്തത്. എന്നാൽ അതിനൊപ്പത്ത് നിൽക്കുന്ന, അതിന് മുകളിൽ നിൽക്കുന്ന ദൈവമഹത്വം ദർശിക്കാൻ എന്ത് ചെയ്യുന്ന ഒരു സാധിക്കും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആ സഹോദരൻ, അവരുടെ സഹോദരനാണെന്ന് കാണാൻ നമുക്ക് പറ്റുന്നില്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്തവൻ എന്നെ കണ്ടപ്പോൾ മിണ്ടിയില്ലല്ലോ എന്നുള്ളൊരു കുഴപ്പം. ഇതിനൊക്കെയാണ് നമുക്ക് ചെറിയ കാരണമല്ല, വേറെ ഒത്തിരി പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ല, അതിനപ്പുറമായി ദൈവത്തെ കാണുവാൻ, ദൈവമഹത്വം ദർശിക്കാൻ നമുക്ക് സാധിക്കും. വന്നതുപോലെയല്ല, സന്തോഷമുള്ളവരായിട്ട് പോകാൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ തിരുവനന്തപുരം എല്ലാം വായിക്കുമ്പോഴെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദേവാലയത്തിൽ വന്ന് ആരാധന കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പോയവരെല്ലാവരും ഭയങ്കരമായ സന്തോഷത്തോടെ പോയി കാണുന്നത്. 24 നമ്മൾ എങ്ങനെ വന്നു? സന്തോഷമില്ലാതെ വന്നെങ്കിൽ 25 എങ്ങനെ പോകുന്നു? 25 നല്ല സന്തോഷമുള്ളവരായി, മുഖത്ത് നല്ല പ്രസാദമുള്ളവരെ എന്ത് ചെയ്യണം? പോകണം. മോശ ദൈവസന്നിധിയിൽ ഇന്ന് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം എന്ത് ചെയ്തു? പ്രകാശിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൽ പോകുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഇരിക്കും? വേറെ ആരുടെ കുഴപ്പമില്ല, നമ്മുടെ തന്നെ കുഴപ്പമാണ്. നമ്മൾ എങ്ങോട്ട് നോക്കിയില്ല. മോശ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയതുകൊണ്ടാണ് എന്ത് ചെയ്ത് മുഖം പ്രകാശിച്ചത്. നമ്മള് ദൈവമുഖത്തേക്ക് നോക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മുഖം ചെയ്യുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണോ ഉയർത്തിയിരുന്നത് അതുപോലെ തന്നെ ഉയർത്തുകൾ പോകാറില്ലേ? ചിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ദൈവമുള്ള ബന്ധം അത്. അതുകൊണ്ട് ഒടുവിൽ കർത്താവിന്റെ അവതരണത്തിൽ ശക്തിപ്പെടുക, ദൈവത്തിൽ ശക്തിപ്പെടുക, ദൈവമുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുക. എന്തിന്? തിന്മയോട് എതിർത്ത് നിൽപ്പാൻ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ തിരിച്ചറിയാൻ, പുത്തൻ തലമുറയെ വിശ്വാസ വഴിയിൽ നയിക്കുവാൻ നമുക്ക് ശക്തിപ്പെടാം.
ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനാൽ അതിനോട് സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ശക്തിപ്പെടുകയും പോരാടുകയും ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവം നിങ്ങളെ എല്ലാവരും ഒരുപോലെ പുതുവർഷത്തിന്റെ എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനം ഓർത്തും കലാസാനം